ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ കയ്യിലിടാവുന്ന ഹെഡ്ഫോൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. ഒരു ഹെഡ്ഫോണാണ് ഇപ്പോൾ സാംസങ്ങിൻ്റെ ഒരു ഹെഡ്ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹെഡ്ഫോണിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കാണാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ഈ ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ്. അപ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത് നമ്മളെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ ഒരു ക്യാമറ ഓപ്പൺ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ഓപ്പൺ ചെയ്യണമെങ്കിലോ മറ്റു കാര്യങ്ങൾ ചെയ്യാനൊക്കെ നമ്മൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇവിടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മുടെ ഹെഡ്ഫോണിൽ തന്നെ വോളിയം അപ്പ് ബട്ടൺ, ഡൗൺ ബട്ടണും ഹെഡ്സെറ്റ് ബട്ടണും ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ 3 ബട്ടണുമുള്ള ഹെഡ്ഫോണാണ് നിങ്ങൾക്ക് അതിന് 3 സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഒറ്റ ബട്ടണുള്ള ഹെഡ്സെറ്റ് ബട്ടൺ മാത്രമുള്ളതാണ്. അപ്പം നമ്മൾ ഹെഡ്സെറ്റ് ബട്ടൺ സെലക്ട് ചെയ്യുന്നു. അതിലായി നമുക്ക് സിംഗിൾ ടാപ്പ് ഉണ്ടാകും, ഡബിൾ ടാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സിംഗിൾ ടാപ്പിൽ ഫ്ലാഷ് ലൈറ്റാണ് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ സെറ്റിങ്സ് കൊടുക്കാം. സിംഗിൾ ടാപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വേണ്ട സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ സിംഗിൾ ടാപ്പിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ സ്ക്രീൻഷോട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാകും. അപ്പോൾ അതിന് താഴെയായിട്ട് നമുക്ക് കാണാം ഡബിൾ ടാപ്പിന് നിങ്ങൾക്ക് വേണ്ടത് സെറ്റ് ചെയ്യാം. അതിൽ നമുക്ക് ഒരു ഇതിൽ നിറയെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഡബിൾ ടാപ്പിന് ഇത് കൊടുക്കുന്നുണ്ട് ഫ്ലാഷ് ലൈറ്റ്. അപ്പോൾ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഫ്ലാഷ്. ഇനി ലോങ് പ്രസ്സിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്യാം. നമ്മൾ ലോങ് പ്രസ്സിന് നമുക്ക് വോളിയം അപ്പ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിത് വർക്കിംഗ് ആണോ ടെസ്റ്റ്. അതിന് മുമ്പായി നിങ്ങൾക്ക് ഇതിൽ ആപ്ലിക്കേഷനിൽ ആഡ് ബട്ടൺ കാണാം. നിങ്ങളെ ഹെഡ്ഫോണിൽ തന്നെ ബട്ടൺ കൂടുതലുള്ള ഹെഡ്ഫോണാണ് നിങ്ങൾ അതിൽ ബട്ടൺ ചേർക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒറ്റ പ്രാവശ്യം ടാപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തതായിട്ട് നിങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ അടുത്ത ഡബിൾ ടാപ്പ്, നമുക്ക് ഫ്ലാഷ് ലൈറ്റ് എത്തി തരികയാണ്. ഡബിൾ ടാപ്പ് ചെയ്ത് തരാം. നമുക്ക് ഓഫ് ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്താൽ തന്നെ അത് ഓഫ് ആകുന്നതാണ്. അടുത്തായി നമ്മൾ ലോങ് പ്രസ് ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വോളിയം ഇപ്പോൾ അപ്പായിട്ടാണുള്ളത്. നമ്മൾ ഡൗൺ ചെയ്യുകയാണ്. ആദ്യം ഡൗൺ ചെയ്യും. നമ്മുടെ വോളിയം ഇപ്പോൾ നമ്മൾ ഫുള്ള് കുറച്ചിട്ടുണ്ട്. നമുക്ക് ബട്ടൺ ഉപയോഗിച്ചിട്ട് വോളിയം കൂട്ടാൻ പറ്റുമോ നോക്കാം. ഞാൻ ലോങ് പ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാം വോളിയം അപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളിത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് അപ്പായിക്കൊണ്ടിരിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ബട്ടൻ്റെ സെറ്റിങ്സ് എല്ലാം ചെയ്യാം. ഇതിൽ നമുക്ക് ലോങ് പ്രസ്സിൻ്റെ ഡിലേ ഒക്കെ സെറ്റ് ചെയ്യാം. ഡിലേ മറ്റു കാര്യങ്ങളൊക്കെ ഇത് നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ഈ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ യഥാസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കൂ.